നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെടിനിർത്തലിനായി പാകിസ്ഥാൻ DGM കേൺ അപേക്ഷിച്ചു. ട്രംപിന്റെ ഇടപെടലിനെ തള്ളി മോദി. പാകിസ്ഥാന്റെ പക്ഷം ചേർന്ന് കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു. ഓപ്പറേഷൻ മഹാദേവിൽ പഹൽഗാമിൽ ആക്രമണം നടത്തിയ 3 ഭീകരരെ വധിച്ചെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. നാളെ സെഷൻസ് കോടതിയെ സമീപിക്കും. കേരളത്തിലെ UDF MPമാർ കന്യാസ്ത്രീകളെ കണ്ടു. ഇടത് നേതാക്കളെ തടഞ്ഞു. വിവേചനമെന്ന് ബൃന്ദ കാരാട്ട്. അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം തള്ളി. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയെന്ന വാർത്തയിൽ വാസ്തവമില്ലെന്ന് കേന്ദ്ര സർക്കാർ. വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്ന വാർത്ത പിൻവലിച്ചിട്ടില്ലെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ്. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഷാർജയിൽ മരിച്ച അതുല്യയുടെ മൃതദേഹം നാളെ പുലർച്ചെ നാട്ടിലെത്തിക്കും. നീതി കിട്ടും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള. താരസംഘടന അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നടൻ ജഗദീഷ് പിന്മാറിയേക്കും. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരെ തീരുമാനം അറിയിച്ചു. വനിതാ പ്രസിഡന്റ് വരട്ടെ എന്ന് ജഗദീഷ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്വേതാ മേനോന് സാധ്യതയേറി. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാന്റെ ആണവ ഭീഷണിയിൽ ഇന്ത്യ മുട്ടുമടക്കിയില്ലെന്നും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെടിനിർത്തലിന് പാകിസ്ഥാനാണ് ഇന്ത്യയോട് അപേക്ഷിച്ചതെന്നും മോദി വ്യക്തമാക്കി. വെടിനിർത്തലിലെ ട്രംപിന്റെ അവകാശവാദങ്ങളും തള്ളി. ലോകത്തിലെ ഒരു നേതാവും സൈനിക നീക്കം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മോദി പറഞ്ഞു. കോൺഗ്രസിനെതിരെയും മോദി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ വിജയത്തിന്റെ ആഘോഷമാണ് നടക്കുന്നത്. ഭീകരരുടെ ആസ്ഥാനങ്ങൾ തകർത്തതിന്റെ ആഘോഷം. രാജ്യത്തെ ധീര സൈനികരുടെ വിജയാഘോഷമാണിതെന്നും മോദി പാർലമെന്റിൽ പറഞ്ഞു. ക്രൂരതയുടെ ഉച്ചകോടിയാണ് പഹൽഗാമിൽ കണ്ടത്. ഏപ്രിൽ 22 ആക്രമണത്തിന് 22 മിനിറ്റിൽ ഇന്ത്യ മറുപടി നൽകി പാകിസ്ഥാനെ വിറപ്പിച്ചു. ഭീകരതയെ തകർക്കുന്ന മറുപടിയാണ് ഇന്ത്യ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ അയച്ച 1000 മിസൈലുകളും ഡ്രോണുകളുമാണ് ഇന്ത്യ തകർത്തത്. മോദി വ്യക്തമാക്കി. 6 मई रात और 7 मई सुबह जैसा तय किया था वैसी कार्रवाई की और पाकिस्तान कुछ नहीं कर पाया। 22 मिनट में 22 अप्रैल का बदला निर्धारित लक्ष्य के साथ हमारी सेना ने ले लिया. പാകിസ്ഥാന്റെ ആണവ ഭീഷണി വിലപ്പോയില്ല. ആണവ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ തലകുനിക്കുകയില്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തെളിയിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധത്തിനായി ആക്രമണം നടത്തുന്നതിനെ ലോകത്തെ ഒരു രാജ്യവും ഇന്ത്യയെ തടഞ്ഞില്ല. 193 രാജ്യങ്ങളിൽ 3 രാജ്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാനെ പിന്തുണച്ചത്. വെടിനിർത്തലിലെ ട്രംപിന്റെ അവകാശവാദവും പ്രധാനമന്ത്രി തള്ളി. ലോകത്തിലെ ഒരു നേതാവും സൈനിക നീക്കം നിർത്താൻ ആവശ്യപ്പെട്ടില്ല. പാകിസ്ഥാൻ വലിയ ആക്രമണം നടത്തുമെന്ന് അമേരിക്ക അറിയിച്ചു. എന്നാൽ അതിനേക്കാൾ വലിയ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ മറുപടി പറഞ്ഞെന്നും മോദി വ്യക്തമാക്കി. दुनिया के किसी भी नेता ने भारत के ऑपरेशन रोकने के लिए नहीं कहा। 9 तारीख को रात को अमेरिका के उपराष्ट्रपति जी ने मुझसे बात करने का प्रयास किया. കോൺഗ്രസിനെതിരെയും പ്രധാനമന്ത്രി രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു. അതിർത്തിക്കപ്പുറത്ത് നിന്ന് പറയുന്ന പോലെയാണ് കോൺഗ്രസ് സംസാരിക്കുന്നത്. ആഗോള പിന്തുണ ലഭിച്ചെങ്കിലും കോൺഗ്രസിന്റെ പിന്തുണ ലഭിച്ചില്ല. രാജ്യത്തെ ധീരന്മാരായ സൈനികരെ കോൺഗ്രസ് പിന്തുണയ്ക്കാത്തത് ദൗർഭാഗ്യകരമാണെന്നും കോൺഗ്രസിന് ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടാകില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു.
उनकी ये बयानबाजी, इनका छिछोरापन देश के सुरक्षा बलों का मनोबल गिरा रहा था. പാക് കള്ളങ്ങൾ ചിലർ ഏറ്റെടുക്കുന്നുവെന്നും മോദി കുറ്റപ്പെടുത്തി. പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളെ വധിച്ച ഓപ്പറേഷൻ മഹാദേവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിലും മോദി പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി. കുറച്ചാഴ്ചകളായി പഹൽഗാം ഭീകരവാദികളെ പറ്റിയാണ് കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവർ ഓപ്പറേഷന്റെ സമയത്തെ ചോദ്യം ചെയ്യുന്നുവെന്നും മോദി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. കഴിഞ്ഞ ദിവസം കശ്മീരിൽ സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷൻ മഹാദേവിൽ വധിച്ച 3 പേരും പഹൽഗാമിൽ ആക്രമണം നടത്തിയവരാണെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സുലൈമാൻ, അഫ്ഗാൻ, ജിബ്രാൻ എന്നിവരാണ് കൊല്ലപ്പെട്ട ഭീകരരെന്നും അവർ നിരീക്ഷണത്തിലായിരുന്നുവെന്നും അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞു. ഭീകരരെക്കുറിച്ച് മെയ് 22-ന് സൂചന ലഭിച്ചുവെന്നും പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും അമിത്ഷാ ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടി. ലഷ്കർ എ തോയ്ബയുടെ എ കാറ്റഗറി കമാൻഡറാണ് സുലൈമാൻ. അഫ്ഗാനും ജിബ്രാനും ലഷ്കറയുടെ എ കാറ്റഗറി ഭീകരവാദികളാണ്. ബൈസറൻ താഴ്വരയിൽ നമ്മുടെ പൗരന്മാരെ കൊലപ്പെടുത്തിയ ഈ 3 പേരെയും ഇല്ലാതാക്കിയെന്നും അമിത്ഷാ പറഞ്ഞു. ഇവർ പാകിസ്ഥാനികളാണെന്നും വോട്ടർ ID വരെ കിട്ടിയിട്ടുണ്ടെന്നും അമിത്ഷാ അറിയിച്ചു. ഇവർ ഉപയോഗിച്ച ആയുധങ്ങൾ ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ഉപയോഗിച്ച അതേ ആയുധങ്ങളാണെന്ന് കണ്ടെത്തിയെന്നും അമിത്ഷാ വ്യക്തമാക്കി. जिन्होंने बैसरन घाटी में हमारे प्रवासियों को, नागरिकों को मारा था, ये तीनों आतंकवादी ये थे और तीनों मारे गए. സർക്കാർ വാദങ്ങളെ വിമർശിച്ച പ്രതിപക്ഷത്തിനും അദ്ദേഹം മറുപടി നൽകി. പ്രതിപക്ഷത്തിന് പാകിസ്ഥാൻ നയവും നിലപാടുമാണെന്ന് അമിത്ഷാ പറഞ്ഞു. പഹൽഗാം ഭീകരവാദികളെ വധിച്ചെന്ന് കേൾക്കുമ്പോൾ പ്രതിപക്ഷത്തിന് സന്തോഷമാകുമെന്നാണ് താൻ കരുതിയതെന്നും എന്നാൽ അവർക്ക് സന്തോഷമുള്ളതായി തോന്നുന്നില്ല എന്നും അമിത്ഷാ പരിഹസിച്ചു. ഭീകരരെ വധിച്ച സൈന്യത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചുവെന്നും വിവാഹം കഴിഞ്ഞ് വെറും 6 ദിവസത്തിനിപ്പുറം വിധവയായ യുവതിയെ കണ്ട രംഗം ഒരിക്കലും മറക്കാനാകില്ല എന്നും അമിത്ഷാ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കവെയാണ് അമിത്ഷാ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണം സംബന്ധിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. വിഭജികയുടെ മരണത്തിൽ കുടുംബം നൽകിയ പരാതിയിൽ ഭർത്താവ് നിതീഷിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം കൊറ്റങ്കര സ്വദേശിനി വിഭജികയുടെയും മകളുടെയും മരണം സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ആഭ്യന്തര വകുപ്പ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. വിഭജികയുടെയും മകളുടെയും മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് നിതീഷിനും കുടുംബത്തിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ഭർത്താവ് നിതീഷിനെ 1-ാം പ്രതിയാക്കിയും നിതീഷിന്റെ സഹോദരിയെ 2-ാം പ്രതിയാക്കിയും അച്ഛനെ 3-ാം പ്രതിയാക്കിയുമാണ് കേസെടുത്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് ക്രൈംബ്രാഞ്ചിന് നൽകിയത്. വിഭജികയുടെ കുടുംബാംഗങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്തായതിനാൽ ഭർത്താവ് നിതീഷിന്റെയോ നാട്ടിലുള്ള കുടുംബാംഗങ്ങളുടെയോ മൊഴി ഇനിയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇവർക്കെതിരായ വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു. വിഭജികയുടെ മൊബൈൽ ഫോൺ ഡിജിറ്റൽ പരിശോധനകൾക്കായി പോലീസ് കൈമാറിയിട്ടുണ്ട്. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതിനാൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ ഉടൻ നിയോഗിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ മകൾക്ക് നീതി കിട്ടും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള. തൂങ്ങി മരണമെന്ന ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികരണം. അതുല്യയുടെ മൃതദേഹം നാളെ പുലർച്ചെ 4 മണിക്ക് എയർ അറേബ്യ വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിക്കും. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യ സ്വന്തം മനസ്സാലെ ജീവനെടുക്കില്ലെന്നാണ് അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ള പറയുന്നത്. നിവൃത്തിയില്ലാതെ ചെയ്തു പോയെങ്കിൽ അതിന് കാരണം ഭർത്താവ് സതീഷാണ്. സതീഷിന്റെ പീഡനമാണ് മരണത്തിന് കാരണം. മകളുടെ മരണത്തിൽ നീതി ലഭിക്കാനായി നിയമ പോരാട്ടം തുടരും. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം നടത്തി നിജസ്ഥിതി കണ്ടെത്തും. അതിനുശേഷമേ സംസ്കാര ചടങ്ങുകൾ നടത്തൂ എന്നും അതുല്യയുടെ അച്ഛൻ പറഞ്ഞു. അതിനെ പീഡിപ്പിച്ച് അവസാനം ഇല്ലായ്മ ചെയ്തു. അപ്പോൾ അവന് ഇതൊരു കൊലപാതകമായിട്ട് ഞാൻ കണക്ക് കൂട്ടും. ഒരു വേള എൻ്റെ ഗീത്യന്തരത ഇല്ലാതെ എൻ്റെ മകൾ അങ്ങനെ ചെയ്താലും ഇതൊരു കൊലപാതകമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അവനൊരു കൊലയാളിയാണ്. അവന് വേണ്ടുന്ന ശിക്ഷ കൊടുത്ത് ഇതൊരു പാഠമായിരിക്കണം. ഒരു മാതൃകയായി ഈ കേസ് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മാസം 19-ന് പുലർച്ചെയാണ് അതുല്യയെ ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയും ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറുമായ സതീഷിനെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. അതുല്യയുടെ ഭർത്താവ് സതീഷിന് മരണത്തിൽ പങ്കുണ്ടെന്ന് കാട്ടി സഹോദരി പരാതി നൽകിയതിനു പിന്നാലെയാണ് സതീഷിനെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്ന് ഷാർജ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതു സംബന്ധിച്ച ഫോറൻസിക് പരിശോധനാ ഫലം അതുല്യയുടെ ഷാർജയിലുള്ള സഹോദരി അഖില ഗോകുലിന് കഴിഞ്ഞ ദിവസം ലഭിച്ചു. അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇന്ന് പൂർത്തിയാകും. അമൃത ന്യൂസ്, കൊല്ലം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കാര്യത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ്. വാർത്താ ഏജൻസിയാണ് എക്സിലെ പോസ്റ്റ് ഒഴിവാക്കിയതെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് വിശദീകരിച്ചു. ഇതിനിടെ നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കിയെന്ന പ്രചാരണങ്ങൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നു. മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. നാളെ ഇരുവരും ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിക്കും. ദുർഗ് ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ UDF എംപിമാർ സന്ദർശിച്ചു. ഇടത് എംപിമാരെ പോലീസ് തടഞ്ഞത് പ്രതിഷേധത്തിന് ഇടയാക്കി. മജിസ്ട്രേറ്റ് കോടതിയാണ് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയത്. അടുത്ത ദിവസം സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് ഇരുവരുടെയും അഭിഭാഷക അറിയിച്ചു. കോടതി റിമാൻഡ് ചെയ്ത കന്യാസ്ത്രീകൾ നിലവിൽ ദുർഗ് ജില്ലാ ജയിലിൽ തുടരുകയാണ്. സിസ്റ്റർ പ്രീതിയെ 1-ാം പ്രതിയാക്കിയും സിസ്റ്റർ വന്ദനയെ 2-ാം പ്രതിയാക്കിയുമാണ് കേസെടുത്തിരിക്കുന്നത്. മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ. ഛത്തീസ്ഗഡിൽ ഇവ രണ്ടും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ്. അതേസമയം പ്രതിപക്ഷ എംപിമാർ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടു. കന്യാസ്ത്രീകളോട് ബജ്രംഗ് ദൾ പ്രവർത്തകർ വളരെ മോശമായാണ് പെരുമാറിയതെന്ന് പ്രതിപക്ഷ എംപിമാർ ആരോപിച്ചു. उन्होंने हमको सब दिया. I'm not going to disclose everything because they are very innocent and three young ladies, they were taken for job. उसको काम करने के लिए 3 कॉन्वेंट्स में काम करने के लिए रेलवे स्टेशन में आया, उसको लेने के लिए रेलवे स्टेशन में आया, लेकिन उसी समय बजरंग दल के पीपल उन्होंने असॉल्ट किया. NK പ്രേമചന്ദ്രൻ, ഫ്രാൻസിസ് ജോർജ്, ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള എംപിമാരാണ് ദുർഗ് സെൻട്രൽ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടത്. അതേസമയം കന്യാസ്ത്രീകളെ കാണാനെത്തിയ ഇടത് നേതാക്കളെ പോലീസ് തടഞ്ഞു. 3 മണിക്ക് ശേഷം സന്ദർശകരെ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് തടഞ്ഞത്. വൃന്ദാക്കാര, ടാനി രാജ, ജോസ് കെ മാണി MP, AA റഹീം ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് തടഞ്ഞത്. जेलर ने, जेल की अथॉरिटीज ने बाकी लोगों को तो मिलने दिया. अब उनकी जैसे लॉलेस बगैर कानून का प्रदेश है बीजेपी का, वहाँ जेल का भी वही चल रहा है. കന്യാസ്ത്രീകളെ കാണാൻ നേരത്തെ ആവശ്യപ്പെട്ടിട്ടും അനുമതി നൽകിയില്ലെന്നും വിവേചനം കാണിച്ചെന്നും ബൃന്ദ കാരാട്ട് ആരോപിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം തള്ളുകയും ചർച്ചയില്ലെന്നറിയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിരിക്കുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ച് കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടിയെ ഓർത്തഡോക്സ് സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് അപലപിച്ചു. മതപരിവർത്തന വിരുദ്ധ നിയമത്തിന്റെ ദുരുപയോഗം രാജ്യവ്യാപകമായി നടക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഛത്തീസ്ഗഡ് സംഭവം. രാജ്യത്ത് മതനിരപേക്ഷത കടുത്ത ഭീഷണി നേരിടുകയാണെന്നും ദേവലോകം കാത്തോലിക്കേറ്റ് അരമനയിൽ ആരംഭിച്ച പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് വിലയിരുത്തി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുട്ടികൾക്കായി മാത്രം ഒരുക്കിയ പാസ്പോർട്ട് കൗണ്ടറുകൾക്ക് വൻ സ്വീകാര്യത. 2023 ഏപ്രിൽ 19 ദുബായ് എയർപോർട്ടിലെ ടെർമിനൽ 3 കുട്ടികൾക്കുള്ള പാസ്പോർട്ട് കൗണ്ടർ ആരംഭിച്ചത്. നിലവിൽ ടെർമിനൽ 1-ലും 2-ലും കുട്ടികൾക്ക് മാത്രമുള്ള ഈ സംവിധാനം നിലവിലുണ്ട്. ഭാവി തലമുറയെ പ്രതിനിധീകരിക്കുന്ന കുട്ടികൾക്ക് സുരക്ഷിതവും ആസ്വാദ്യകരവുമായ അന്തരീക്ഷം നൽകാൻ ലക്ഷ്യമിട്ടാണ് GDRFA കുട്ടികളുടെ പാസ്പോർട്ട് കൗണ്ടറുകൾ തുറന്നത്. കുട്ടികൾക്കായുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇമിഗ്രേഷൻ കൗണ്ടർ GDRFA ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറിയാണ് തുറന്നുകൊടുത്തത്. 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ പാസ്പോർട്ട് കൗണ്ടറുകൾ ആകർഷകവും കുട്ടികൾക്കിണങ്ങിയതുമായ തീമിലാണ് ഒരുക്കിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഈ പ്രത്യേക പാസ്പോർട്ട് കൗണ്ടറുകളിലൂടെ ഇതിനകം കടന്നുപോയത്. സാധാരണ പാസ്പോർട്ട് നടപടിക്രമങ്ങളുടെ വിരസത ഒഴിവാക്കി കുട്ടികൾക്ക് ആവേശകരമായ അനുഭവം പകരുന്ന നിരവധി സവിശേഷതകൾ ഈ കൗണ്ടറുകൾക്കുണ്ട്. കുട്ടികൾക്ക് സ്വന്തമായി പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാനുള്ള അവസരം, കുട്ടികളെ ആകർഷിക്കുന്ന ഫ്ലോർ സ്റ്റിക്കറുകൾ, കാർട്ടൂൺ കഥാപാത്രങ്ങൾ, ബഹിരാകാശത്തിന്റെ തീമിലുള്ള അലങ്കാരങ്ങൾ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. ഇവിടെ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുകയും പാസ്പോർട്ട് നടപടിക്രമങ്ങളെക്കുറിച്ച് ലളിതമായി വിശദീകരിക്കുകയും ചെയ്യും. കുട്ടികളുടെ യാത്ര സംബന്ധിച്ച നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി ദുബായ് GDRFA ആരംഭിച്ച പ്രത്യേക കോൾ സെന്ററിനും മികച്ച സ്വീകാര്യതയാണ്. അമൃത ന്യൂസ്, ദുബായ്.
ബഹ്റിനിൽ എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇതിനായുള്ള ടെൻഡർ നടപടികൾ ഓഗസ്റ്റ് 4 മുതൽ ആരംഭിക്കും. ബഹ്റിൻ സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്ത് ആണ് ഹക്കീം പ്രോഗ്രാം എന്ന പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ മുഴുവൻ താമസക്കാരെയും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുടെ ഭാഗമാക്കാനാണ് പദ്ധതി. 5 വർഷം കാലാവധിയുള്ള നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് ആവും നടപ്പാക്കുക. ഈ വർഷം അവസാനത്തോടെ പദ്ധതി പ്രാബല്യത്തിലാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ലബനനിലെ ഹിസ്ബുല്ലയുടെ സാമ്പത്തിക വിഭാഗമായ അൽ ഖർദ് അൽഹൻ അസോസിയേഷന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം ഉപരോധം ഏർപ്പെടുത്തി. ഒരു പ്രാദേശിക ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇതിനു പുറമെ UN സുരക്ഷാ കൗൺസിൽ നിയമങ്ങൾക്കനുസൃതമായി ലബനൻ, തനീഷ്യ, സൊമാലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 വ്യക്തികൾക്കും കുവൈറ്റ് ഉപരോധം ഏർപ്പെടുത്തി. കുവൈറ്റിലെ എല്ലാ കമ്പനികളും ധനകാര്യ സ്ഥാപനങ്ങളും ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായും സ്ഥാപനങ്ങളുമായുമുള്ള സഹകരണം ഉടൻ അവസാനിപ്പിക്കണമെന്നും എല്ലാ ഫണ്ടുകളും ആസ്തികളും മരവിപ്പിക്കണമെന്നും സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്. ലബനനും കുവൈറ്റും തമ്മിലുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഹിസ്ബുല്ലയെ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക ശൃംഖലകളുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് 7 ലബനീസ് വ്യക്തികൾക്കും ഉപരോധം ഏർപ്പെടുത്തി. കുവൈറ്റിൽ ഹിസ്ബുല്ലയുമായി സാമ്പത്തിക ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 18 വ്യക്തികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കുവൈറ്റിൽ 45 ജമയ്യകളുടെ സാമ്പത്തിക, ഭരണകാര്യ, തന്ത്രപരമായ സ്റ്റോക്ക് വിവരങ്ങൾ സാമൂഹികകാര്യ മന്ത്രാലയവുമായി ഓട്ടോമേറ്റഡ് ലിങ്കേജ് വഴി ബന്ധിപ്പിച്ചു. അവശേഷിക്കുന്ന ജമയ്യകളുമായുള്ള ബന്ധിപ്പിക്കൽ പ്രക്രിയ വരും കാലയളവിൽ പൂർത്തിയാക്കുമെന്ന് സാമൂഹികകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക, ഭരണ, സഹകരണകാര്യ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ സയ്യിദ് ഇസ വ്യക്തമാക്കി. ജമയ്യകളിലെ മേൽനോട്ടം വർദ്ധിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, സാമ്പത്തിക ഭരണ നടപടിക്രമങ്ങൾ, ഉപഭോക്തൃ ഇൻവെന്ററി എന്നിവയെക്കുറിച്ചുള്ള കൃത്യവും തത്സമയവുമായ വിവരങ്ങൾ നിരീക്ഷിക്കുക എന്നിവ ലക്ഷ്യമാക്കിയാണ് മന്ത്രാലയം ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ സ്വദേശികളും വിദേശികളും ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളായ അരി, പഞ്ചസാര, പയർ, മാവ്, പാചക എണ്ണ, കോഴിയിറച്ചി, പാസ്ത, ചായപ്പൊടി, വെള്ളം, ടിന്നിലടച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ട്യൂണ എന്നിവയുടെ സ്റ്റോക്ക് വിവരങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ മന്ത്രാലയത്തെ പ്രാപ്തമാക്കുന്നതാണ് പുതിയ സംവിധാനം. കുവൈറ്റിൽ ഫിലിപ്പീൻസ് സ്വദേശിയായ വീട്ടുജോലിക്കാരിയെ കൊലപ്പെടുത്തിയതിന് സ്വദേശിക്കും ഭാര്യയ്ക്കും ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചു. ദമ്പതികൾ വീട്ടുജോലിക്കാരിയെ തുടർച്ചയായി ശാരീരിക പീഡനത്തിന് വിധേയമാക്കുകയും വീട്ടിൽ ബലമായി തടങ്കിൽ വയ്ക്കുകയും അത്യാവശ്യ വൈദ്യസഹായം നിഷേധിക്കുകയും ചെയ്തതായി കോടതി കണ്ടെത്തി. വീട്ടുജോലിക്കാരിയുടെ ആരോഗ്യം വഷളായപ്പോഴും പീഡനം തുടർന്നതായും ഒടുവിൽ അവർ ദാരുണമായ മരണത്തിലേക്ക് നയിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമാക്കി. പോലീസ് അന്വേഷണം ആരംഭിച്ച ശേഷം പബ്ലിക് പ്രോസിക്യൂഷൻ ദമ്പതികൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തുകയും കുവൈറ്റ് നിയമപ്രകാരം നൽകാവുന്ന പരമാവധി ശിക്ഷയായ വധശിക്ഷ വിധിക്കുകയും ചെയ്തു. സൗദി അറേബ്യയിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കി ദമാം അൽ ഒറൂബയിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നു. 81,268 സ്ക്വയർ ഫീറ്റിലുള്ള അൽ ഒറൂബ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പിച്ച ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദമാം അൽ ഒറൂബയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലിയുടെ സാന്നിധ്യത്തിൽ വെസ്റ്റ് ദമാൻ മുനിസിപ്പാലിറ്റി മേധാവി എഞ്ചിനീയർ ഫായിസ് അൽ അസ്മാരി, അൽ അബീർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ ഇബ്രാഹിം അബു അബഹ എന്നിവർ ചേർന്ന് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സൗദി അറേബ്യയുടെ വിഷൻ 2030 കരുത്തേകുന്നതാണ് ലുലുവിന്റെ സാന്നിധ്യമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി പറഞ്ഞു. 69ാമത്തെ ഞങ്ങളുടെ പ്രൊജക്റ്റാണ്. ലൊക്കേറ്റഡ് ഇൻ അൽ അറൗബ ദമ്മാം, സൗദി അറേബ്യയിലെ. ഞങ്ങളുടെ 259 in GCC പ്ലസ് അറാംകോ കമ്മീഷണറീസ് 18 and NEOM 2. See another 15 projects on pipeline. ദമ്മാം അൽ ഒറൂബ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രോസറി, ഹോട്ട് ഫുഡ്, ബേക്കറി, ഇലക്ട്രോണിക്സ്, വീട്ടുപകരണങ്ങൾ, ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ, സ്റ്റേഷനറി, ടോയ്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഉള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നല്ല ഓഫറുകളുമുണ്ട്. ഉപഭോക്താക്കൾക്കായി മികച്ച പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈസ്റ്റേൺ പ്രൊവിൻസ് ലുലു സെൻട്രൽ വെയർ ഹൗസിൽ പുതിയ സോളാർ പ്രൊജക്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കാനു ക്ലീൻ മാക്സുമായി സഹകരിച്ചാണ് പദ്ധതി. ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളുടെ സെൻട്രൽ വെയർ ഹൗസ് ദമാമിലെ സോളാർ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. 550 ടൺ കാർബൺ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ്. അത് 6500 പാം ട്രീ വയ്ക്കുന്ന എൻവയറമെന്റൽ എഫക്റ്റാണ് അതിനുള്ളത്. സുൽഫിഖുറദായ്, അമൃത ന്യൂസ്, ജിദ്ദ.
അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നടൻ ജഗദീഷ് പിന്മാറിയേക്കും. മത്സരിക്കുന്ന വനിതകളെ പിന്തുണച്ച് ജഗദീഷ് പ്രതികരിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും തീരുമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ പിന്തുണ ലഭിച്ചാൽ നൽകിയ പത്രിക പിൻവലിക്കാനാണ് തീരുമാനം. അതേസമയം അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നടൻ ബാബുരാജ് മത്സരിക്കരുതെന്ന് നടി മല്ലിക സുകുമാരൻ പ്രതികരിച്ചു. താരസംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നാലെ നിരവധി വിവാദങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിലാണ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നത്. നിലവിൽ മത്സരരംഗത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് 6 മത്സരാർത്ഥികളാണുള്ളത്. ജഗദീഷ്, ശ്വേതാ മേനോൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, ദേവൻ എന്നിവരാണ് ആ മത്സരാർത്ഥികൾ. നടൻ ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 5 പേരാണ് മത്സരിക്കുന്നത്. ബാബുരാജ്, കുക്കു പരമേശ്വരൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവരും മത്സരിക്കും. ഈ മാസം 31 വരെ നോമിനേഷൻ പിൻവലിക്കാൻ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ മത്സരചിത്രം പൂർണ്ണമായും വ്യക്തമാവുകയുള്ളൂ. നിലവിൽ മത്സരരംഗത്തെ പ്രമുഖനായ ജഗദീഷിന് സംഘടനയ്ക്കുള്ളിൽ വേണ്ടത്ര പിന്തുണയില്ലെന്ന പ്രതികരണങ്ങൾ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. സംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്നും സ്ത്രീവിരുദ്ധ സംഘടനയാണ് അമ്മ എന്ന ചർച്ചകളുണ്ടെന്നും അത് മാറണമെന്നും മന്ത്രി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഇത് പോരാട്ടമോ യുദ്ധമോ ഒന്നുമല്ല, ആരോഗ്യകരമായ മത്സരമാണെന്ന് ജഗദീഷ് പറയുന്നു. അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത വരണമെന്ന തീരുമാനം വന്നാൽ അതിൽ എതിർപ്പില്ല എന്നും ജഗദീഷ് അഭിപ്രായപ്പെടുന്നു. ഇക്കാര്യം സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്ത ശേഷം അനുയോജ്യമായ തീരുമാനമെടുക്കും. ആരോപണ വിധേയൻ മാറി നിൽക്കുകയാണ് വേണ്ടതെന്ന അഭിപ്രായം നടി മല്ലിക സുകുമാരനും പങ്കുവച്ചു. ആരോപണ വിധേയരായവർ മത്സരിക്കരുതെന്ന അമ്മയുടെ നിയമം ബാബുരാജിന് വേണ്ടി മാത്രം മാറ്റരുതെന്നും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സിസ്റ്റത്തിൽ മാറ്റം വരുത്തുന്നത് ആരുടെ തീരുമാനമാണെന്നും മല്ലിക സുകുമാരൻ ചോദിച്ചു. ബാബുരാജ് മത്സരിച്ചാൽ പല സംശയങ്ങൾക്കും അത് ഇടവരുത്തും. പെൻഷൻ വാങ്ങിക്കുന്നവരും ആരോപണ വിധേയരും മത്സരിക്കാൻ പാടില്ലെന്നാണ് സംഘടനയുടെ നിയമമെന്നും മല്ലിക പ്രതികരിച്ചു. ബാബുരാജ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെന്ന് അനൂപ് ചന്ദ്രനും ആരോപിച്ചിരുന്നു. നേരത്തെ സിദ്ദിഖ് സ്ഥാനത്ത് നിന്ന് മാറിയത് ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയ പ്രദേശത്ത് മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങി. മംഗലാപുരം SP ജിതേന്ദ്രയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. സ്നാനഘട്ട പ്രദേശത്ത് മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് പറയുന്ന സ്ഥലത്ത് 13 സ്പോട്ടിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. നേത്രാവതി നദിക്കരയിൽ പുറമ്പോക്ക് ഭൂമിയിലാണ് പരിശോധന. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ അതിജീവിതർക്ക് നഷ്ടമായത് സ്വന്തമെന്ന് കരുതിയ ഗ്രാമം മാത്രമല്ല, ഭൂപടത്തിൽ നിന്നും മാഞ്ഞുപോയത് അവരുടെ മേൽവിലാസം കൂടിയാണ്. എല്ലാം തകർന്ന് ജീവിതത്തിൽ ആശയറ്റു നിന്ന 19-കാരൻ അഭിജിത്തിന് പുതിയ വഴി തുറന്നെങ്കിലും മേൽവിലാസമില്ലാത്തത് തിരിച്ചടിയായി. 19-കാരൻ അഭിജിത്ത് ഏറെ പ്രതീക്ഷയോടെയാണ് ദുരന്തത്തിന് ശേഷം ഒരു ഓട്ടോറിക്ഷ വാങ്ങിയത്. ആ വാഹനം പക്ഷേ നിരത്തിലിറക്കാൻ അഭിജിത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പഠനത്തോടൊപ്പം കുടുംബം പുലർത്താനുള്ള ഒരു മാർഗം, അതായിരുന്നു അഭിജിത്ത് കണ്ട സ്വപ്നം. ഓഫീസുകൾ നിരവധി തവണ കയറിയിട്ടും പെർമിറ്റ് ലഭിക്കാത്തതിനാൽ ഇന്നും വാഹനം ഓൺ ചെയ്തങ്ങനെ പരിപാലിക്കും. ചൂരൽമല പുതിയ വില്ലേജ് റോഡിലെ വീട് ഉരുൾപൊട്ടലിൽ താമസയോഗ്യമല്ലാതായി. വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു. കൽപ്പറ്റ നഗരസഭാ പരിധിയിലെ വിനായകയിൽ വാടക വീട്ടിലാണ് നിലവിൽ താമസം. പലായനം ചെയ്യപ്പെട്ടതോടെ മേൽവിലാസവും ഇല്ലാതായി. ഇതോടെ നഗരസഭയിൽ ഓട്ടോറിക്ഷയ്ക്ക് പെർമിറ്റും ലഭിച്ചില്ല. നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഓട്ടോയുടെ പെർമിറ്റിൻ്റെ കാര്യമാണ്. നമുക്ക് അന്വേഷണത്തോളം ഇപ്പോൾ പെർമിറ്റ് എവിടെയും കൊടുക്കുന്നില്ല എന്നാണ് കേട്ടത്. ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്, പാർട്ട് ടൈം ഓടാൻ. അതുകൊണ്ട് പെർമിറ്റ് കിട്ടിയാൽ ഉപകാരമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഓട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് കടവും മേടിച്ച്, പിന്നെ അതുപോലെ തന്നെ കുറേ പേരുടെ സഹായത്തോടു കൂടിയാണ് ഇത് കിട്ടിയത്. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ മുന്നിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വീടും കാര്യങ്ങളൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. കുടുംബശ്രീയുടെ പ്രത്യാശാ പദ്ധതിയിലൂടെ തിരിച്ചടവില്ലാത്ത ഗ്രാൻഡായി 2 ലക്ഷം രൂപ ഓട്ടോ വാങ്ങാൻ ലഭിച്ചു. അമ്മ ഓമന തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു. ഉരുൾ തീർത്ത കണ്ണീർ പാത ഓട്ടോയിൽ താണ്ടാനാകുമെന്ന അഭിജിത്ത് കണ്ട സ്വപ്നം സഫലമാകണമെങ്കിൽ ഇനി നഗരസഭ കനിയണം. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്.
ഇന്ത്യ ഇംഗ്ലണ്ട് ഓവൽ ടെസ്റ്റിന് മുൻപായി പിച്ച് ക്യൂറേറ്ററോട് തർക്കിച്ച് ഇന്ത്യൻ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ. ഇന്ത്യൻ ടീം ഗ്രൗണ്ടിൽ പരിശീലനം നടത്തുന്നതിനിടയിലാണ് പിച്ച് ക്യൂറേറ്ററും ഗംഭീറും തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയേണ്ട എന്നാണ് ക്ഷുഭിതനായി ഗംഭീർ പിച്ച് ക്യൂറേറ്ററോട് പറയുന്നത്. ഓവൽ ചീഫ് ക്യൂറേറ്റർ ലീപ് ഫോർട്സിനോടാണ് ഗംഭീർ തർക്കിച്ചത്. ഇന്ത്യൻ കളിക്കാർ ഗ്രൗണ്ടിൽ പരിശീലനം നടത്തിയിടം പിച്ച് ക്യൂറേറ്റർ ചോദ്യം ചെയ്തതോടെയാണ് ഗംഭീർ ക്ഷുഭിതനായതെന്നാണ് റിപ്പോർട്ട്. ക്യൂറേറ്ററുടെ നേരെ വിരൽ ചൂണ്ടി ഗംഭീർ ദേഷ്യത്തോടെ സംസാരിക്കുന്ന വീഡിയോ പുറത്തുവന്നെങ്കിലും BCCI ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.